മുടി കൊഴിച്ചിൽ മാറുന്നേ ഇല്ല, മുടി ഒരു തുള്ളി പോലും വളരുന്നേ ഇല്ല എന്നുള്ളവർ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുക. വളരെ എഫക്റ്റീവായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹെയർ കെയർ ആണ്. നിങ്ങൾ ഒരു ദിവസം മുടി ചീവുന്ന സമയത്ത് ചീപ്പ് ഫുള്ളായിട്ട് തന്നെ മുടി കൊഴിഞ്ഞു പോവുക, കൈ നിറച്ച് മുടി കൊഴിഞ്ഞു പോവുക. അതേപോലെ തന്നെ കുളിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മുടി വേര് മുതൽ തന്നെ മുടി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഫുള്ള് മൊട്ടത്തലിയാവും, കഷണ്ടിയാവും. ഇപ്പം തന്നെ ഫുള്ളായിട്ട് സ്കാൽപ്പ് ഗ്യാപ്പായിട്ട് തലയോട്ടി തെളിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ചേച്ചി എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവര് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഹെയർ കെയർ 7 ഡേയ്സ് ചെയ്യുക. 7 ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ കൊത്തായിട്ട് കൊഴിഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളുടെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും മാറ്റി തലയോട്ടി തെളിഞ്ഞു കാണുന്ന നിങ്ങളുടെ സ്കാൽപ്പിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു മുടികൾ കിളിർത്ത് വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ കെയർ. അപ്പൊ ഇനി നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കരിഞ്ജീരകം ഇന്ന് ഞാൻ ചെറിയ ടേബിൾ സ്പൂൺ ആയതുകൊണ്ട് തന്നെ 4 ടേബിൾ സ്പൂൺ നിറച്ചും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ടേബിൾ സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ടേബിൾ സ്പൂൺ നിറച്ചും കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് രണ്ടാമതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഉലുവയാണ്. ഉലുവയും സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കുക. നമ്മുടെ കരിഞ്ജീരകം എടുത്ത അതേ അളവിൽ വേണം നമ്മുടെ ഉലുവയും എടുക്കാൻ വേണ്ടിയിട്ട്. ഉലുവയും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും താരൻ മാറാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി ഇത് രണ്ടും പാടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഗ്രാമ്പു ആണ്. ഗ്രാമ്പു ഒരു പക്ഷേ നിങ്ങൾ മിക്ക ആൾക്കാർക്കും അറിയുന്നുണ്ടാവില്ല. നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് തന്നെ മാറാനും മുടി നന്നായിട്ട് വളരാനും ഈ ഒരു കരിഞ്ജീരകം വളരെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്യാത്തവരാണ്, ഇതിനെക്കുറിച്ച് അറിയാത്തവരാണ്, കൂടുതൽ അറിയണം വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നാലും മതി. അത് ഞാനൊരു 8-10ഓളം നമ്മുടെ ഗ്രാമ്പു ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇത് 3ഉം പാടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരിച്ചെടുക്കല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ചൂടാറിയതിന് ശേഷം ഒരു കുഞ്ഞു മിക്സിയുടെ ജാറിലിട്ട് ഇത് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത ഈ ഒരു പൊടി വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2 രീതികളിലാണ് ഇന്ന് ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പൊടിച്ചെടുത്ത നമ്മുടെ ഈ ഒരു കരിഞ്ജീരകം നിങ്ങൾ 1 വീക്ക് യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയിൽ ഇപ്പം ഞാൻ കാണിക്കുന്ന ഒരു അളവിലേക്ക് ആദ്യമേ തന്നെ വെളിച്ചെണ്ണ എടുക്കുക. ഒരു കുഞ്ഞു പാത്രത്തിൽ വെളിച്ചെണ്ണ എടുക്കുക. ഞാൻ ഇന്നിവിടെ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത നമ്മുടെ പൊടി ഉണ്ടല്ലോ, അത് കുഞ്ഞു ടേബിൾ സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. വലിയ ടേബിൾ സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നിറച്ചും ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ കൂട്ടി യോജിപ്പിക്കുക. ഇനി നമ്മളൊരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അടുപ്പത്ത് വയ്ക്കുക. ജസ്റ്റ് ആ വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഹെയർ ഓയിൽ ആ വെള്ളത്തിലോട്ട് ഇറക്കി വയ്ക്കുക. അതിനുശേഷം ഇത് നമ്മൾ നല്ലതുപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ചൂടാക്കിയെടുക്കുക. ഡയറക്റ്റായിട്ട് ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതിന് പകരം നമ്മളിങ്ങനെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് ഇനിയുമേ നമുക്ക് ബെറ്റർ റിസൾട്ട് തരും. പെട്ടെന്ന് മുടി കൊഴിച്ചിൽ മാറും, പെട്ടെന്ന് മുടി വളരും. അങ്ങനെയുള്ളൊരു എഫക്റ്റീവായിട്ടുള്ളൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ഈ ഒരു ഹെയർ ഓയിൽ ചൂടാക്കിയെടുക്കുക. നമ്മുടെ വെള്ളം തിളയ്ക്കും തോറും നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്ന നമ്മുടെ എണ്ണയും നല്ലതുപോലെ തിളച്ച് വരും. അത് നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വെട്ടി തിളപ്പിക്കേണ്ട. എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒന്ന് നമ്മുടെ എണ്ണയിലോട്ട് ഒന്ന് അബ്സോർബ് ആവുന്ന വിധത്തിൽ നമ്മളിത് ചൂടാക്കി എടുത്തിരുന്നാൽ മതി. അങ്ങനെ നമ്മൾ ചൂടാക്കി എടുത്ത ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെയർ ഓയിൽ മാറ്റി വെച്ചതിന് ശേഷം ഇത് നിങ്ങൾ ആഴ്ചയിൽ 2 തവണ അതല്ലെങ്കിൽ 3 തവണ നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ തേച്ച് പുരട്ടി 1 മണിക്കൂർ ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങളുടെ മുടിയിൽ തന്നെ വെച്ചിട്ട് റെഗുലറായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഷാമ്പു വെച്ച് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാം. നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ടൊന്നും നിങ്ങൾക്ക് ഒരു മാറ്റവും കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരാഴ്ച മാത്രം ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്ത് വരിക. ഇത് നമ്മൾ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ ഒരു ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഇനി രണ്ടാമത്തെ രീതി, ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കറക്റ്റ് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ ക്വാണ്ടിറ്റി ആവരുത്, മെഷർമെന്റ് കറക്റ്റ് ആയിരിക്കണം. 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച പൊടിയുടെ ബാലൻസ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും തന്നെ ഈ ഒരു വെള്ളത്തിലോട്ട് ഇട്ടതിന് ശേഷം ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം.
ഒരു 10-15 മിനിറ്റ് നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തത് ശരിക്കും 1 ഗ്ലാസ് ആയിട്ട് കുറുകി വന്നിട്ടുണ്ടാവും. ആ ഒരു രീതിയിൽ ഇത് നല്ലതുപോലെ നമ്മൾ വെട്ടി തിളപ്പിക്കണം. അങ്ങനെ നമ്മൾ വെട്ടി തിളപ്പിക്കുമ്പോൾ നമ്മുടെ കരിഞ്ജീരകത്തിൻ്റെയും നമ്മുടെ ഉലുവയുടെയും നമ്മുടെ ഗ്രാമ്പൂവിൻ്റെയും ഗുണങ്ങളൊക്കെ തന്നെ വെള്ളത്തിലോട്ട് ഇറങ്ങി ഒരു അടിപൊളി മുടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോണിക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഹെയർ ടോണിക് നമ്മൾ അസുഖം വന്നാൽ അകത്ത് കഴിക്കുന്നത് പോലെ നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട് മുടിയുടെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോണിക്ക്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടോണിക്കാണ് കേട്ടോ ഇത് നല്ല രീതിക്ക് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂടാറിക്കഴിഞ്ഞ് ഇത് അരിച്ചെടുത്ത് നമ്മളൊരു ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെച്ച് യൂസ് ചെയ്യണം. അപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ അരിച്ചെടുക്കുമ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി ഈ ഒരു ഹെയർ ടോണിക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട വിധം, എന്നും രാത്രി നിങ്ങൾ ഉറങ്ങണേനേക്കാളും മുൻപായിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഒരു കോട്ടൺ ബോൾ എടുക്കുക. ഒരു ദിവസം യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി മാത്രം എടുത്ത് പുറത്ത് വെച്ച് അത് ഈ ഒരു കോട്ടൺ ബോളിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്കാൽപ്പ് വേർതിരിച്ച് നിങ്ങളുടെ സ്കാൽപ്പിൽ ഇങ്ങനെ ഒപ്പി കൊടുക്കുക. ഇതൊരു മരുന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കാൽപ്പിൽ ഇത് ആയി എന്നുള്ളത് മാത്രം നിങ്ങൾ ഉറപ്പ് വരുത്തുക. നെറ്റി കയറിയവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പാച്ചസ് ആയ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് തന്നെ നിങ്ങൾക്ക് സ്കാൽപ്പ് ഗ്യാപ്പ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ ഒരു ഹെയർ ടോണർ എന്നും നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് 7 ഡേയ്സ് നിങ്ങൾ ഇത് ചെയ്തു വരണം. ഒരുപാട് എടുത്ത് കോരി ഒഴിച്ച് അപ്ലൈ ചെയ്യുക എന്നല്ല, ജസ്റ്റ് ഈ ഒരു നനവ് നമ്മുടെ സ്കാൽപ്പിൽ തട്ടുന്ന വിധത്തിൽ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ വകച്ചലെടുത്ത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുമ്പോൾ തന്നെ ഇത് നമ്മുടെ സ്കാൽപ്പുമായിട്ട് ഇണങ്ങി ചേരും. അതിനുശേഷം മുടി നല്ലതുപോലെ ചീവി എടുത്ത് മുടി കെട്ടിവെച്ച് കിടന്നുറങ്ങുക. പിറ്റേ ദിവസം രാവിലെ എണീച്ച് പ്ലെയിൻ വാട്ടറിൽ തന്നെ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുക. ഈ ഒരു രീതി തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 7 ഡേയ്സ് ചെയ്യുക. നമ്മൾ നേരത്തെ കാണിച്ച ഹെയർ ഓയിൽ ആഴ്ചയിൽ 2 വട്ടം അതല്ലെങ്കിൽ 3 വട്ടം ഡീപ്പായിട്ട് അപ്ലൈ ചെയ്ത് ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഓയിലൊന്നും ബാക്കിയുള്ള ദിവസങ്ങളിൽ വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഹെയർ കെയർ തന്നെ ഫോളോ ചെയ്ത് വരിക. ഇങ്ങനെ നിങ്ങൾ കറക്റ്റ് ഒരാഴ്ച ചെയ്യുമ്പോഴത്തേക്കും തന്നെ നിങ്ങളുടെ മുടിയിൽ നല്ലൊരു വ്യത്യാസം കണ്ടറിയാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ ഇത് 2ാം പ്രാവശ്യം ഉണ്ടാക്കി വെച്ച് നിങ്ങളൊരു 40 ഡേയ്സ് അല്ലെങ്കിൽ 1 മന്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു രീതി തന്നെ ഫോളോ ചെയ്ത് വരിക. നല്ലൊരു വ്യത്യാസം നിങ്ങളുടെ മുടിയിൽ തരാൻ ഹെൽപ്പ് ചെയ്യുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെയർ കെയർ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു റെമഡി നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള മറ്റൊരു എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.